പൊന്നാട് എല്ലാരെയും കിട്ടും. പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മെ നേരിൽ കാണുവാൻ നമ്മളോട് പ്രിയമുള്ള തൊഴിലാളി സഹാക്കളെ, ഭൂജനങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിനും ആവേശകരമായ വരവേൽപ്പിനും ഞാൻ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ മൺവെട്ടിയും മൺകോരുകയും അടയാളത്തിൽ രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ലോറി തൊഴിലാളികൾ അടക്കം മോട്ടോർ തൊഴിലാളികളെല്ലാം ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിനും ആവേശകരമായ വരവേൽപ്പിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്, ചാരിതാർത്ഥ്യം അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മോട്ടോർ വ്യവസായം മുൻപൊരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള കനത്ത പ്രതിസന്ധിയിലാണ്. സർക്കാരിന്റെ ധനാഗമ മാർഗങ്ങളിൽ ഒന്നായി കേരളത്തിലെ മോട്ടോർ വ്യവസായം മാറി തീർന്നിരിക്കുന്നു. എൻ്റെ അറിവ് ശരിയെങ്കിൽ മോട്ടോർ വാഹന നികുതിയുടെ കാര്യത്തിൽ പരിധിയില്ലാത്ത വർധനമാണ് സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന സെസ്സുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന നികുതിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെർമിറ്റ് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അതിനൊക്കെ ഇന്നലകളിൽ കൊടുത്തിരുന്ന ഫീസിന്റെ എത്രയോ ഇരട്ടി കൊടുത്താൽ പോലും നടക്കാത്ത സ്ഥിതിയാണ്. കൂടാതെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള ഇടപെടൽ കൂടിയാകുമ്പോൾ ഈ വ്യവസായം മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പ്രതിസന്ധി അതിജീവിക്കുന്നതിന് മുഴുവൻ തൊഴിലാളികളുടെയും കൂട്ടായ്മ അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് ബഡ്ജറ്റ് പരിശോധിച്ചാലും, ഏത് സാമ്പത്തിക നടപടികൾ പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ജനങ്ങളെപ്പോലെ തന്നെ സംഖ്യയുടെ കാര്യത്തിൽ വർധനവുള്ള മോട്ടോർ വ്യവസായത്തിൽ കൈവെക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ധനാഗമ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറി നിൽക്കുന്നു. അതിനെ അതിജീവിച്ച് വ്യവസായത്തെ നിലനിർത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ജനകീയ ആവശ്യങ്ങൾക്കുമെല്ലാം എൻ്റെ എല്ലാവിധമായ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു